ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദി മാഡ് കപ്പിൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് തിരുവോണമാണ്. അപ്പോൾ ദുബായ് വന്നപ്പോൾ ഞാൻ ദുബായ് വന്നതിന് ശേഷം ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. ഈ 4 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഞായറാഴ്ച, അതായത് അവധി ദിവസം, ഒരു ഓണം ആഘോഷിക്കാനുള്ള ഒരു അവസരം തന്നെ കിട്ടുന്നത്. പിന്നെ അതുമാത്രമല്ല, മറ്റൊരു പ്രത്യേകതയുണ്ട്. കല്യാണത്തിന് ശേഷമുള്ള ആദ്യത്തെ ഓണം കൂടിയാണ്. അപ്പോൾ ഈ ഓണം നമുക്ക് ഇത്തവണ എന്തോ ഭാഗ്യം കൊണ്ട് വളരെ മനോഹരമായിട്ട് ഇത് ആഘോഷിക്കാൻ അല്ലെങ്കിൽ പങ്കെടുക്കാൻ നമുക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമുക്ക് പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് കരാമയിലാണ്. കരാമ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മിനി കേരള പോലെ തന്നെയാണ്. അപ്പോൾ കരാമയിലെ കരാമ പാർക്കിൽ വെച്ച് നടക്കുന്ന ഓണാഘോഷത്തിലേക്കാണ് അതിനുശേഷം നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഓണസദ്യ കഴിക്കാനായിട്ട് DIP എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം കരാമ പാർക്കിലുള്ള ഓണാഘോഷ പരിപാടി കാണാനായിട്ട് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനായിട്ട് അവിടേക്ക് പോകുന്നത്. ഇത് ADCB മെട്രോ സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ പോകുന്നത് DIPയിലോട്ടാണ്. സാധാരണ തിരുവോണ ദിവസത്തിലാണ് നമുക്ക് മലയാളീസിനെ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് ഷോട്ട്സ് മാത്രമേ രാവിലെ എടുത്തുള്ളൂ. നമ്മളിപ്പോൾ നേരെ ചെല്ലുന്നത് DIPയിലുള്ള ഫോർച്യൂൺ പാർക്ക് ഹോട്ടലിലാണ്. ഇവിടെ ആയിരുന്നു നമ്മുടെ ഓണ പ്രോഗ്രാം. ഇത് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡും അച്ഛനും ഒരേ കമ്പനി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫാമിലി ഉൾപ്പെടെയാണ് അവർ ക്ഷണിച്ചത്. അങ്ങനെ നമ്മൾ നേരെ ചെല്ലുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് അവരൊരു അത്തപ്പൂക്കളമാണ് നമ്മൾ കാണുന്നത്. ഇത് എൻ്റെ ആദ്യത്തെ ഓണമാണ് ഇങ്ങനെ നമ്മൾ മലയാളീസിൻ്റെ കൂടെ അല്ലാതെ ആഘോഷിക്കുന്നത്. ഇതെൻ്റെ അച്ഛനാണ്. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഓരോരോ കറികളായിട്ട് വിളമ്പി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നു മലയാളികളല്ലാതെ ആളുകൾ സദ്യ വിളമ്പുന്നത് ഞാൻ കാണുന്നത്. പക്ഷേ അവർ ഒട്ടും തന്നെ യാതൊരുവിധ തെറ്റുകളോ അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ കറക്റ്റായിട്ട് തന്നെ അവർ വിളമ്പിയിട്ടുണ്ട്. പിന്നെ അവർ നമ്മളോടുള്ള ഒരു പെരുമാറ്റവും എല്ലാം തന്നെ വളരെ രസമുള്ളതായിരുന്നു. സാധാരണ നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുകയാണ് പതിവ്. ഇവിടെ കരാമയിലൊക്കെ തന്നെ ഒട്ടും നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ടൊന്നും അടുക്കാൻ കൂടി പറ്റില്ല. അതുപോലെ ഫുൾ ബുക്കിംഗ് ആണ്. 2 ദിവസം മുന്നേ നമ്മൾ ബുക്ക് ചെയ്താലേ ഫുഡ് ഡൈനിങ് ആണെങ്കിലും ടേക്ക് അവേ ആണെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് മിക്ക പേരും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഭക്ഷണം. നമുക്ക് പക്ഷേ പുറത്ത് ഇൻവിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. അബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പോൾ അവരെയും കൺസിഡർ ചെയ്ത് തന്നെയാണ് സദ്യയിൽ അവരുടെ റൈസും ഉണ്ടായിരുന്നു, അവരുടെ കുറേ കറികളും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഏത് ഹോട്ടലിലാണ് കഴിക്കേണ്ടത്, അല്ല ഇവിടത്തെ കൊള്ളില്ല അവിടത്തെ കൊള്ളില്ല എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ നല്ല മത്സരിച്ചാണ് എല്ലായിടത്തെയും ഫുഡ്. അങ്ങനെ കാത്തുകൊണ്ട് പായസവും എത്തിയിരിക്കുന്നു. അങ്ങനെ സദ്യയെല്ലാം കഴിഞ്ഞ് എല്ലാവരും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ പരസ്പരം പങ്കുവച്ചു. കാരണം അവർക്കൊക്കെ ഇതൊരു പുതിയ അല്ലെങ്കിൽ ഒരു വെറൈറ്റി അനുഭവമാണ്. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ മിനി കേരളമായ കരാമയിലെത്തിയിരിക്കുകയാണ്. ഈ ആൾക്കൂട്ടത്തെ കണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വരെ ഞെട്ടിപ്പോയി. നമ്മളെ ഇവിടെ അങ്ങനൊരു പ്രോഗ്രാമുണ്ട്, അപ്പോൾ നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളാണ് ക്ഷണിച്ചത്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനസാഗരം എന്നൊക്കെ പറയേണ്ട ഒരു അതുപോലെ ആളുകളാണ്.
പ്രോഗ്രാംസ് ഒക്കെ നേരത്തെ തുടങ്ങിയിരുന്നു. നമ്മളോടൊരു 4 മണി 5 മണി ടൈമിൽ ചെല്ലാനാണ് പറഞ്ഞത്. നമ്മൾ എത്തിയത് ഒത്തിരി ലേറ്റായിപ്പോയി. എന്നാലും സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിവിടെ എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഓണാഘോഷം ഒട്ടും മിസ് ചെയ്യാത്ത രീതിയിൽ ഇത്രയ്ക്ക് മനോഹരമായിട്ട് ഈ ഒരു ആഘോഷം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു ക്രിക്കറ്റ് ടീമും അവരുടെ ബാക്കിയുള്ള സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് തന്നെയാണ്. ആരുടെയും പേര് നമുക്ക് എടുത്തു പറഞ്ഞ് അങ്ങനെ അറിയിക്കാൻ കഴിയില്ല, കാരണം ഒരുപാട് പേരുകൾ അങ്ങനെ പറയേണ്ടി വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു എഫോർട്ടിനെ ശരിക്കും നമുക്ക് അത്ര കണ്ട് അഭിനന്ദിച്ചേ പറ്റൂ. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ട്, കാരണം ആ കാണികൾ അവിടെ നിൽക്കുന്നവരുടെയൊക്കെ ഒരു ആവേശം തന്നെ കണ്ടാൽ തന്നെ അവർ അത്രയ്ക്ക് ഇത് ആസ്വദിക്കുകയാണ്. കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഓണത്തിന് എത്താൻ പറ്റാത്തവരുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ നാട്ടിലെ ആ ഒരു വൈബ് നമുക്ക് മിസ്സാകുന്നുണ്ട്. പക്ഷേ ഈ വർഷം ഞാനാദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നത്, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു മിസ്സിങ് ഫീൽ ചെയ്തതേ ഇല്ല. അത്രയ്ക്ക് നമ്മൾ ആഘോഷിച്ച് അറുമാദിച്ചു. മത്സരങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ ഇടയിലുള്ള തർക്കങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വഴക്കൊന്നുമല്ല, തമാശ രൂപേണയുള്ള തർക്കങ്ങൾ. ഒന്ന് തോറ്റൊന്നും സമ്മതിക്കാതെ വീണ്ടും ഒന്നുകൂടെ നടത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള രസകരമായ കുറേ നിമിഷങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളായാലും സ്ത്രീകളായാലും ഫാമിലി ആയിട്ടാണെങ്കിലും വളരെ ഒരു വലിയ ക്രൗഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഇതെങ്ങനെയും കാണണം, പിന്നെ മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ, സ്ത്രീകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർക്കും ഇത് ആസ്വദിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരെയും അവർ ഓരോരോ ഏരിയയിലായിട്ട് തരംതിരിച്ച് നിർത്തി. ഇതിൽ അനൗൺസ്മെൻറ്റ് നടത്തിയ ഒരു ചേട്ടനുണ്ട്, സമ്മതിക്കണം പുള്ളി. ഞങ്ങളൊരു 7 മണി സമയത്താണ് ചെന്നത്. ആ 7 മണി മുതൽ ഏകദേശം ഒരു 10 മണി വരെയെങ്കിലും ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. ആ അത്രയും സമയം പുള്ളി ആ മൈക്കിൽ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ തളർച്ചയോ അല്ലെ ശബ്ദമൊന്നും ഇടറിയോ ഒന്നും ഉണ്ടായില്ല. പുള്ളി സമ്മതിക്കണം സത്യത്തിൽ. കസേരകളിയുടെ പേര് വിളിച്ചപ്പോൾ ആവേശം മൂത്ത് എൻ്റെ ഭാര്യ ഇറങ്ങി ചെന്നിരുന്നു. അങ്ങനെ കസേരകളിയുടെ ആദ്യ റൗണ്ട് 5 പേരായിട്ട് അവർ തുടങ്ങി. ശരിക്കും അത് സത്യം പറഞ്ഞാൽ അത് ഒരു ട്രയൽ പോലെ ആയിപ്പോയി. അപ്പോൾ ആദ്യ റൗണ്ടിൽ കസേരയൊക്കെ കിട്ടി പുള്ളിക്കാരി എനിക്ക് ആദ്യ റൗണ്ടിൽ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ട്രയലായിട്ട് അത് വീണ്ടും ഒന്ന് റീമാറ്റ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിപ്പോയി. ഒട്ടും പറയാതിരിക്കാൻ വയ്യാത്ത ഒരു കാര്യം, ഇതിൽ നമ്മുടെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിരുന്നു. അതല്ലാതെ പുറത്തുനിന്നും ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒരേ മൈൻഡ് സെറ്റിൽ ഒരേ വൈബിൽ പോയ ഒരു ഓണാഘോഷവും എനിക്കിതാദ്യമായിട്ടാണ്. പിന്നീട് സാധാരണ പോലെ റസ്ക് കടി, മുട്ടായി പറക്കൽ, നാരങ്ങ സ്പൂണ്, അങ്ങനെ ഓരോ പരിപാടിയായിട്ട് മുന്നോട്ട് പോയി. നമ്മുടെ പടംകളി മത്സരത്തിന്റെ മുന്നോടിയായി സ്പൂൺ ലെമണേഴ്സ് നടക്കുന്നതാണ്. അതിനെ ഈ ചേട്ടൻ നല്ല അടിപൊളി ഒരു ഹിന്ദി പാട്ടാണ് ഈ പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കത് കേൾപ്പിച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രം നമുക്കത് കേൾപ്പിക്കാൻ സാധിച്ചില്ല. പക്ഷെ അത് വളരെ മനോഹരമായിട്ട് തന്നെ പുള്ളി പാടി, അതെല്ലാവരും ആസ്വദിച്ച് അതിനൊപ്പം ഡാൻസ് കളിക്കുകയും കൈകൊട്ടി സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ വാശിയേറിയ വടംവലി മത്സരം എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ഈ വടംവലി മത്സരം നിയന്ത്രിക്കുക ഒരു വളരെ പാടുള്ള കാര്യമാണ്. കാരണം ആ വടംവലി സമയമായപ്പോഴത്തേക്കും സത്യത്തിൽ ആ ഒരു പാർക്ക് നിറഞ്ഞു, അതുപോലെ ആളായി. ഏകദേശം ഒരു 10 വേണ്ടി ടീം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരുന്നു വടംവലി ആ സമയത്ത് തന്നെ. ആരെങ്കിലും ഔട്ട്സൈഡ് പുറത്തുനിന്ന് ആരെങ്കിലും പിടിക്കാണ്ട് ആ ടീം ഡിസ്ക്വാളിഫൈ ആവും. പുറത്തുനിന്ന് ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ ആ ടീം ഡിസ്ക്വാളിഫൈ ആവും. വടംവലിയില് കാല് തെറ്റുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ പറയുക, നല്ല വാശിയേറിയ ഒരു വടംവലി മത്സരം തന്നെ അവിടെ നടന്നു.
അങ്ങനെ 2024 ഓണം നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. നമ്മൾ ഓണപരിപാടി എല്ലാം കഴിഞ്ഞ് വന്ന് ഫുഡെല്ലാം വെച്ച് നമ്മൾ ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ചത്തേക്കിനുള്ള ഫുഡും എല്ലാം വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇത് നമ്മളെ വിഷൊന്നും പറഞ്ഞില്ല. അപ്പം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ലൈക്ക് കൂടെ ചെയ്യണം. ബൈ ഫ്രം Mad Couples.